ഇതുപോലെ ചില യാത്രകൾ പ്ലാൻ ചെയ്യുന്നതല്ല, പക്ഷേ അതാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഹായ് ഗൈസ്, സർജറിക്ക് ശേഷം എൻ്റെ ആദ്യത്തെ ബൈക്ക് റൈഡ്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എവിടേക്ക് പോകുന്നതെന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും റോട്ടിലിറങ്ങുന്ന ആ ഫീൽ അത് പറഞ്ഞറിയിക്കാനാകില്ല. ശരീരം സുഖമായി കഴിഞ്ഞാൽ മനസ്സ് ആദ്യം തേടുന്നത് എന്താണെന്നറിയാമോ? സ്വാതന്ത്ര്യം. കാറ്റുമുഖത്ത് തട്ടുന്ന ആ ഫീലിംഗ് അത് വല്ലാത്തൊരു സുഖമാണ്. അങ്ങനെ ഈ ചെറിയ റൈഡ് എത്തിയിരിക്കുന്നത് കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള അത്തിബെല്ലയിലാണ്. ഒരു ചെറിയ ചായ ബ്രേക്ക്. ഇത് സ്ഥിരമായി ബൈക്കേഴ്സിൻ്റെ ഒരു ജോയിനിങ് പോയിൻ്റാണ്. ഇവിടെ ഒരു ചായ, അതൊരു ബ്രേക്കാണ്, പിന്നെ അതൊരു റീസ്റ്റാർട്ടുമാണ്. ഇനി എവിടെ പോകാമെന്ന ചർച്ച തുടങ്ങി. പ്ലാനൊന്നുമില്ലാത്ത റൈഡിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇതാണ്. അവിടെ വെച്ച് കിട്ടിയതാണ് ഹുസൂറിലെ പ്രശസ്തമായ അരുൾമികു ചന്ദ്രചൂഡേശ്വര ടെമ്പിൾ. അങ്ങനെ ഞങ്ങൾ അവിടെ പോകാമെന്ന് തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിൽ ഹുസൂർ സിറ്റിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഹുസൂറിൻ്റെ മുകളിൽ ഒരു പാറക്കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം. വളരെ ദൂരെ നിന്നേ നമുക്ക് ഈ ക്ഷേത്രം കാണാൻ സാധിക്കും. പീസ്ഫുള്ളായ ആൾത്തിരക്കില്ലാത്ത ഒരു റോഡാണിത്. നല്ല സമാധാനം തോന്നും. സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കണ്ട് ഞങ്ങൾ അവിടെ എത്തി. NH44 ഹുസൂറിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ എന്തായാലും ഈ ടെമ്പിൾ കണ്ടിട്ടുണ്ടാവും. ഹിൽ ടോപ്പ് ആയതുകൊണ്ടും ഇതിൻ്റെ കളർഫുൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ഈ ക്ഷേത്രം ഭയങ്കര അട്രാക്റ്റീവാണ്. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ഏതാണ്ട് 23 കിലോമീറ്ററാണ് ഇവിടേക്ക് വരുന്നത്. രാത്രിയിൽ ഇവിടുത്തെ ലൈറ്റിംഗ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശിവരാത്രി കാലത്ത് ഇവിടെ ഭയങ്കരമായ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ കാണുന്ന ഈ പടികൾ കയറിയും നമുക്ക് ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഇതുപോലുള്ള സ്റ്റോൺ സ്റ്റാക്കിങ്സ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടു. അതെ, കണ്ടോ മാർബിൾ? നല്ല സ്മൂത്ത്. അത് ആണോ? നല്ല സ്മൂത്തായിട്ട് ഇത്രയും കട്ട് ചെയ്യുന്നത്. അമ്പലത്തിലേക്ക് വേറൊരു വഴിയാണ് കാണുന്നത്. സ്റ്റെപ്പ് വരി പോകണം. നമ്മൾ കയറി നോക്കാൻ പറ്റും. ഈ ക്ഷേത്രം പ്രധാനമായും ശിവഭഗവാന് സമർപ്പിച്ചതാണ്. ഇവിടെ ശിവനെ ചന്ദ്രചൂഡേശ്വർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം തലയിൽ ചന്ദ്രനെ ധരിക്കുന്ന ശിവൻ. ഇവിടുത്തെ അമ്മ ദേവി മരംഗതാമ്പാൾ, കരുണയുടെ പ്രതീകമായാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് വളരെ ചരിത്ര പഴക്കമുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം ചോള രാജവംശകാലത്തും പിന്നീട് ഹൊയ്സാള രാജാക്കന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും കാലത്ത് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. മലമുകളിൽ നിന്നാൽ ഇവിടെ നിന്ന് മുഴുവൻ ഹുസൂർ സിറ്റിയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ആരാധനാലയം മാത്രമല്ല, ചരിത്രവും പ്രകൃതിയും ആത്മീയതയും ഒന്നിച്ചനുഭവിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ക്ഷേത്രത്തിലെത്തിയെങ്കിലും അതിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞില്ല. റൈഡിംഗ് ഗിയറും ഹെൽമറ്റും ആയതിനാൽ അകത്ത് കയറിയില്ല. സത്യത്തിൽ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ശാന്തതയും ഭംഗിയും നേരിൽ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മളെ വീണ്ടും വിളിക്കും, കാണാൻ പുതിയ കാഴ്ചകളുമായി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടേക്ക് ഞങ്ങൾ വീണ്ടും വരും. അടുത്ത തവണ കൂടുതൽ സമയമെടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ കയറി ആ അറ്റ്മോസ്ഫിയർ മുഴുവൻ അനുഭവിച്ച് നിങ്ങളെയും അതെല്ലാം കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അമ്പലത്തിലെ ദർശന ടൈം രാവിലെ 6 മുതൽ 12:30 വരെയും വൈകുന്നേരം 4:30 മുതൽ 8:30 വരെയുമാണ്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഓടി നടന്ന് കണ്ടു. എന്തായാലും അപ്രതീക്ഷിതമായി എത്തിയ ഈ സ്ഥലം ഞങ്ങൾക്കൊരു നല്ല സൺറൈസ് സമ്മാനിച്ചു. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു ചെറിയ ട്രക്കിംഗ് പോയിൻ്റ് കൂടിയാണ് ഇവിടം. സർജറിക്ക് ശേഷം ഇതുപോലെ വീണ്ടും ഒരു യാത്ര ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തീരെ കരുതിയില്ല. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. റിക്കവറി എന്നത് ശരീരം മാത്രം ഹീലാകുന്നതല്ല, മനസ്സും തിരികെ ജീവിക്കാൻ തുടങ്ങുന്നതാണ്. ഈ
റൈഡ് വലിയൊരു ട്രിപ്പൊന്നും ആയിരുന്നില്ല, പക്ഷേ മനസ്സിൽ വലിയൊരു ഓർമ്മയായി മാറി. ഇനി ഇത്തരത്തിലുള്ള ചെറിയ യാത്രകളും മൊമെൻറ്റുകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത റൈഡിൽ കാണും വരേക്കും, അണ്ടിൽ ദെൻ റൈഡ് സേഫ് ആൻഡ് ടേക്ക് കെയർ. ബൈ.